തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്നാൾ. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്നാൾ. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം. ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം. ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും എൻ പ്രാണനാഥൻ പോയതായ പാദമതി. എൻ പ്രാണനാഥൻ പോയതായ പാദമതി. വേഗം വരാമെന്നുരച്ച നാഥ, നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ. വേഗം വരാമെന്നുരച്ച നാഥ, നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ. എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ? എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ? ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ? ലോകമെനിക്കൊരു ആശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ? നാട്ടോറുമേനിക്കാശ്വാസമായി തീർന്നിടണേ. നാട്ടോറുമേനിക്കാശ്വാസമായി തീർന്നിടണേ. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോനാനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്നാൾ. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്നാൾ. താങ്ക് യു. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടും രാത്രികാലം പാടുവാൻ പുതിയ മകളെ ദൈവകരങ്ങളെടുത്തുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് വേണ്ടി പാടുവാൻ
ദൈവം കൊടുത്തിരിക്കുന്നു. ദീർഘായുസ്സുടെ ദാസിനെയും പെണ്ണിനെയും കുടുംബമായി ഐശ്വര്യമായ കർത്താവ് അനുഗ്രഹിച്ച് ദീർഘായുസ്സുകളെ തൃപ്തിപ്പെടുത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ പാട്ട് പാടിയപ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതായിട്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. അതിന്റെ ഓരോ വരികളും ആ പാട്ട് പാടിയപ്പോൾ നമ്മുടെ കർത്താവ് മഹത്വം എടുത്തു. ഹല്ലേലൂയ. നമ്മുടെ സകല ഐശ്വര്യമായ അനുഗ്രഹങ്ങളും അതിൽ കൂടെ എല്ലാ മക്കളുടെയും നമ്മുടെ ദൈവം പകർന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ പുതിയ വരവാകും. നമ്മുടെ പ്രത്യാശ ഹല്ലേലൂയ അതിനു വേണ്ടിയാകും. ഏത് സമയത്തും കാവളം ധരിക്കും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. വലിയവരായ നമ്മളെല്ലാവരും ദിവസങ്ങളിൽ കാണപ്പെടും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പിന്നെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ ആലപിക്കുവാൻ ദൈവം മകളെ ഹല്ലേലൂയ സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ മഹത്വത്തിനായി ഹല്ലേലൂയ സ്തോത്രം. പ്രേരണ അനുഗ്രഹ വിഷയമാക്കി നിർത്തിയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ സ്തോത്രം. എല്ലാ അനുഗ്രഹ സമൃദ്ധി ആത്മീയ ഭൗതികമായ ദൈവം പറയുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. തുടർമാനം അല്പസമയം പ്രാർത്ഥനയ്ക്ക് സഹായമായ ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്ന് വിശുദ്ധാത്മ നിയോഗത്തെ ചെറിയ ആലോചന അറിയിച്ചിട്ട് വീണ്ടും നാം കണ്ടിന്യൂ ആയിട്ട് പ്രാർത്ഥന ഹല്ലേലൂയ കഴിപ്പാൻ പോവുകയാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 41 മുതൽ നാം വായിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മിലേലിന്റെ വായിച്ചാക്കി. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 46 വേഴ്സ്. ോ 41 മുതൽ അല്ലേ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീ കൂടായെങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ വന്നു. അവർ കണ്ണിന് ഭാരമേറുകിയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ. നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പീൻ, നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു വൃക്ഷാരവും ആളും വടികളുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്ന വായിച്ച വേദഭാഗം നമ്മൾ അനവധി പ്രാവശ്യം വായിച്ചിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതുമായിട്ടുള്ള വേദഭാഗങ്ങൾ. ഇത് രാത്രിയും പരിശുദ്ധാത്മാവ് ആ വേദഭാഗത്തും തുടങ്ങി ചെറിയ ആലോചന നമുക്ക് തരുന്ന പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വലിയ ഉത്സാഹം ഉണ്ടാകുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ പരീക്ഷയെ ജയിക്കുവാൻ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. നല്ല മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വെച്ചു പോയിരിക്കുന്നു. പ്രാർത്ഥനയുടെയും സകല നന്മ പ്രവൃത്തിയുടെയും നല്ല മാതൃക നമുക്ക് കർത്താവ് വെച്ചു പോയിരിക്കുന്നു. ആ മാതൃകയാകുന്ന പിന്തുടരുന്നത് അതിൽ പിന്തുടരുന്നത് കൊണ്ടാവും ഇത്രത്തോളം നമുക്ക് നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നമ്മുടെ കർത്താവ് മഹാരാജാവ് തിരുവനന്തപുരം പറഞ്ഞ വാക്കുകളാവുന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്. എപ്പോഴും ആത്മാവ് ഒരുക്കമോ, പക്ഷെ ജഡമോ ബലഹീനമക്കളെ. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ ഹല്ലേലൂയ കുടിക്കാതെ അത് നീങ്ങി ഹല്ലേലൂയ സ്തോത്രം നീ കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതെന്തെങ്കിലും അവർ കണ്ണിന് ഭാരം ഏറുകയാൽ ഹല്ലേലൂയ സ്തോത്രം പിന്നെയും ഉറങ്ങുന്നത് കൊണ്ട് ശിഷ്യന്മാരെ സംബന്ധിച്ച് ഹല്ലേലൂയ സ്തോത്രം കർത്താവിനോട് കൂടെ നടന്ന് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ പ്രാർത്ഥിച്ച് പിതാവിന്റെ പ്രാർത്ഥനയെ തിരഞ്ഞെടുത്തതായിട്ടുള്ള ശിഷ്യന്മാർ ഹല്ലേലൂയ സ്തോത്രം. അവര് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഹല്ലേലൂയ കർത്താവ് അവരെ വന്ന് നോക്കുമ്പോൾ അവര് ഹല്ലേലൂയ കണ്ണിന് വലിയ ഹല്ലേലൂയ ഭാരമായി ഉറങ്ങുന്ന കാഴ്ചയാവുന്നു. ഹല്ലേലൂയ കർത്താവ് കാണുന്ന ഉറങ്ങുന്നത് കണ്ടു. അവര് വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ
ഓ സ്തോത്രം സ്തോത്രം, നമ്മളെ രക്ഷിപ്പാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ ബന്ധന വഴിക്കുവാൻ, നമുക്ക് സ്വർഗത്തിലെ ആത്മീയ ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും തരുവാൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വിളിക്കുവാൻ പോകുന്നതായിട്ടുള്ള ഹാലേലൂയ ആ പാദപാത്രം ഹാലേലൂയ സ്തോത്രം അത് നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിച്ചെങ്കിൽ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. ഹാലേലൂയ സ്തോത്രം. ഇവിടെ ഹാലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹാലേലൂയ സ്തോത്രം, ഹാലേലൂയ സ്തോത്രം. നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി ആശ്വസിക്കുന്നുവോ? ഹാലേലൂയ. നാഴി അടുത്തു, മനുഷ്യൻ പാവയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പീൻ, നാം പോകാം. ഹാലേലൂയ സ്തോത്രം. അപ്പൊ നമുക്ക് എഴുതുന്നത് മനസ്സിലാക്കുവാൻ അനവധി വിഷയങ്ങൾ വലിയ മർമ്മങ്ങളാവുന്നു ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഹാലേലൂയ സ്തോത്രം. ഒന്ന്, ഹാലേലൂയ പരീക്ഷയിൽ അകപ്പെട്ടു പോകാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും സ്റ്റേഷനിൽ പ്രയറും ഭാവിയിൽ പ്രയറും ഹാലേലൂയ ചർച്ചയിൽ പ്രയറും എല്ലാം ഇൻക്ലൂഡാകുന്നു. ഹാലേലൂയ നമ്മൾ പ്രാർത്ഥനയിൽ മുന്നേറണമെന്നാകുന്നു. പരിശുദ്ധാത്മാവ് വീണ്ടും ഹാലേലൂയ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഹാലേലൂയ ആത്മാവ് എപ്പോഴും ഒരുക്കുന്നത് ജോലി ചെയ്യുന്നതൊക്കെ നമുക്ക് ഒക്കെ എനിക്ക് പ്രാർത്ഥിക്കാം. മറ്റു ബന്ധങ്ങളിലും ആഗ്രഹിക്കാറും വായിക്കാൻ അതിന് വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ജാഗരിക്കാൻ പ്രാർത്ഥിക്കാൻ പറയാൻ വാഹനം ഓടിക്കുമ്പോഴും ഹാലേലൂയ നമ്മുടെ ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ സ്തോത്രം ആത്മാവ് ഹാലേലൂയ എപ്പോഴും ഒരുക്കമുള്ളതായിരിക്കണം എന്നുള്ളതാണ് വിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ കിടക്കുമ്പോഴും കിടക്കയിൽ ധ്യാനിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹാലേലൂയ സ്തോത്രം. കിട്ടുന്ന സമയങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഹാലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ദൃഢതയാണ് ദൈവം നമ്മുടെ മേൽ പകരുന്നത്. ഹാലേലൂയ സ്തോത്രം. യേശു ക്രിസ്തു ഹാലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സർവസമ്പൂർണതയും വേദനവുമായി വസിക്കുന്നത്. ഹാലേലൂയ നമ്മൾ ധ്യാനിക്കുന്നത് മാത്രമല്ല, ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടത്. ഹാലേലൂയ നിങ്ങളുടെ ഹാലേലൂയ സ്തോത്രം വാർത്ത ഹാലേലൂയ കുതിരോട് കൂടിയതും ഉത്തരയായി വിധി വഹിക്കുന്നതുമായിരിക്കണമെന്ന് അപ്പോൾ പൗലോസ് ഹാലേലൂയ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഹാലേലൂയ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ആത്മീയത്വത്തിന്റെ മാനദണ്ഡമാകുന്നു. ഹാലേലൂയ. പൗലോസ് അപ്പോസ്തലൻ വിശുദ്ധന്മാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹാലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ഹാലേലൂയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഉച്ചിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നിരിക്കുകയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും. അപ്പോസ്തലനായ പൗലോസ് ശ്രേഷ്ഠനായ അപ്പോസ്തലനാകുന്നു. ഹാലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു ശ്രേഷ്ഠ അപ്പോസ്തലൻ. ഹാലേലൂയ. ആകാശത്ത് കടന്നുപോയി ശ്രേഷ്ഠ അപ്പോസ്തലൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നാൽ അപ്പോസ്തലന്മാരിൽ ഹാലേലൂയ സ്തോത്രം ദൈവം ഹാലേലൂയ ഡയറക്റ്റായിട്ട് ഹാലേലൂയ വിളിക്കുകയും ഹാലേലൂയ കൃപ പകരുകയും അഭിഷേകം പകരുകയും ആത്മാവിനെ പകരുകയും ഹാലേലൂയ ജ്ഞാനം കൊണ്ട് ഞാൻ ആത്മാവ് കൊണ്ടും ദിവ്യ ആത്മാവ് കൊണ്ടും ഓർമ്മ ശക്തി കൊണ്ടും വലിയ വലിയ മർമ്മങ്ങൾ ഹാലേലൂയ പകർന്നതായ അപ്പോസ്തലനായ പൗലോസ് ഹാലേലൂയ ഹൃദയത്തിസ്റ്റ് പ്രകാശിച്ച അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ശ്രേഷ്ഠമേറിയ ആലോചനകളാണ് നമുക്ക് ലേഖനയിൽ കൂടെ വലിയ വലിയ മർമ്മങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രാർത്ഥന ഉറ്റിരിപ്പിൽ നമ്മളോട് പറയുന്നത് ഹാലേലൂയ വിശുദ്ധന്മാർക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസിന് പ്രാർത്ഥിക്കണം. ഹാലേലൂയ സ്തോത്രം. പ്രാർത്ഥനയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അനേക വേദഭാഗങ്ങളിലേക്ക് അപ്പോസ്തലനായ പൗലോസ് ഹാലേലൂയ പരിശുദ്ധാത്മ നിയോഗത്താൽ ഹാലേലൂയ സ്തോത്രം കടന്നു പോകുന്ന ലേഖനങ്ങളിൽ കൂടെ ഹാലേലൂയ പ്രാർത്ഥന ഹാലേലൂയ സ്തോത്രം ഹാലേലൂയ സ്തോത്രം എല്ലാ ഭാഗങ്ങളും എടുത്ത് വായിപ്പിക്കാൻ രാത്രി സമയം ഇല്ലാത്തതുകൊണ്ട് ഹാലേലൂയ സ്തോത്രം പെട്ടെന്ന് ഹാലേലൂയ സ്തോത്രം പരിശുദ്ധാത്മ നിയോഗത്താൽ ഹാലേലൂയ സംസാരിക്കുകയാണ്. പ്രാർത്ഥന ചടങ്ങായിട്ട് അലങ്കരിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ട ആവശ്യമാണ്. ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ അലങ്കരിക്കാതിരിക്കാൻ ഒരു ചടങ്ങായിട്ട് തീരാതിരിക്കാൻ പ്രാർത്ഥന പറയുമ്പോൾ യേശുവിനോട് കൂടെ ഗലസമനിൽ ഹാലേലൂയ പോയി ശിഷ്യന്മാർക്ക് പ്രാർത്ഥനാ സമയത്ത് അവരെ ഉറങ്ങിപ്പോയതാണ് നമ്മളിപ്പോൾ ആരംഭത്തിൽ വായിച്ചത്. ഹാലേലൂയ സ്തോത്രം. അത് നമുക്കൊരു മുന്നറിയിപ്പാകും. ദൈവത്തിന്റെ സ്തോത്രം. വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന
കോപ്പത്തിന് കാരണമായി തീരും. വിശ്വാസത്തോടെ നമ്മുടെ വിശ്വാസം ഇന്ന് രാത്രിയിലും അത് വർദ്ധിക്കണം. വിശ്വാസം കുറയുകയല്ല, ഓരോ കൂടിവരയിലും നമ്മുടെ വിശ്വാസം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ദൈവത്തിലെ സ്തോത്രം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് സ്തോത്രത്തിന് കാരണമായി തീരുന്നത്. ഹല്ലേലൂയ. ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കേണ്ട. ഹല്ലേലൂയ. നാം ഉണർന്നിരിക്കണം. നാം ഓർമ്മ നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉണർന്നിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം ഉണർന്നിരുന്ന പ്രാർത്ഥിക്കേണ്ട. ദൈവത്തിന്റെ സ്തോത്രം ആ പ്രാർത്ഥനയാകുന്നു ഫലപ്രദമായി മാറുന്നത്. ഹല്ലേലൂയ. ഉണർന്നിരുന്ന് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കൊലോസ്യ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലന് പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. ഈ ലോകത്തിൽ പ്രാർത്ഥന വേണ്ടാത്ത ഹല്ലേലൂയ ഒരു വിശുദ്ധരുമില്ല. ദൈവമക്കളെ, ആഗ്രഹിക്കുന്ന ഒന്നായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെ ഓരോരുത്തരും കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. കുടുംബങ്ങളെ വിട്ടലായിട്ട് പറയും നമ്മളോട്. അപ്പൊ പ്രാർത്ഥന ആവശ്യമില്ലാത്തത് ഈ ലോകത്തിൽ ആരുമില്ല. എല്ലാവർക്കും പ്രാർത്ഥന ആവശ്യമാണ്. നമുക്ക് വേണ്ടി നമ്മൾ ഇന്ന് രാത്രിക്കാലം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ, ഇന്ത്യയിലും കേരളത്തിലും ഈ സിറ്റിയിലും മറ്റ് സ്റ്റേറ്റുകളിലും ഓരോ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യം, മറ്റു രാജ്യങ്ങളൊക്കെ ഇരുന്ന് ഓരോരുത്തർ നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം അഭ്യർത്ഥിക്കുകയാണ് അപ്പോസ്തലൻ പൗലോസ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന ആവശ്യപ്പെടുന്നതിൽ മഹാനായിരിക്കുന്ന ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നാളുകളായിട്ട് ചിലർ നടത്തുന്നത് കാണാൻ സാധിക്കുന്നത് പ്രാർത്ഥനയെ പുച്ഛിക്കുന്നതും കളിയാക്കുന്നതും നമ്മുടെ കർത്താവിനെ പുച്ഛിക്കുന്നതും കളിയാക്കുന്നതും ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രാർത്ഥനയെ പുച്ഛിക്കുന്നതും കളിയാക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് അറിയാമെന്ന് ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥിക്കാൻ എന്ത് ലഭിക്കും നമുക്ക് അറിയത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മാത്രമേ നമുക്ക് മുന്നേറുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സാധാരണ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാത്ത കാര്യങ്ങൾക്കാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക എന്നാണ് അർത്ഥം. ഉണർവുണ്ടെങ്കിലേ നമുക്ക് ജാഗരിക്കാൻ കഴിയത്തുള്ളൂ. ഉണർവ് നമുക്ക് വേണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കൂടി വരുമ്പോഴും ദൈവമേ ഉണർവിന്റെ കാറ്റ് വീക്ഷണമേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ ഉണർവ് വന്നെങ്കിലേ നമുക്ക് ജാഗരിപ്പാനും ഹല്ലേലൂയ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥന ഹല്ലേലൂയ ദീർഘമായാൽ മാന്യമുണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥന സഫലമാകണമെങ്കിൽ ഹൃദയം ഉണർന്നിരിക്കണം. ആ പ്രാർത്ഥിക്കുന്ന അപേക്ഷിക്കുന്ന അപേക്ഷകൾക്കൊക്കെ അത് സഫലമാകണമെങ്കിൽ നാം ഉണർന്നിരുന്നതിൽ മാത്രമേ പ്രാർത്ഥിക്കെങ്കിൽ മാത്രമേ അത് സഫലമാകത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. കാരാഗ്രഹത്തിൽ കിടക്കുന്നതായ പൗലോസ് അപ്പോസ്തലൻ സഹവിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് തന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. വിടുവിക്കുന്ന ദൈവമാണ്. വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല. വ്യക്തിയുടെ സുവിശേഷ ഘോഷണത്തിനായ സന്ദർഭം ലഭിക്കുവാൻ, വഴി പിന്നെയും തുറക്കുവാൻ, വാതിൽ തുറക്കുവാൻ പ്രാർത്ഥിക്കണമേ എന്നാകുന്ന അപ്പോസ്തലൻ പൗലോസ് ഹല്ലേലൂയ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകുന്ന നിമിഷങ്ങൾ ഒരിക്കലും അത് തിരികെ ലഭിക്കുന്നതല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കി. നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ, ദിവസങ്ങൾ, ആണ്ടുകൾ, ഹല്ലേലൂയ മാസങ്ങൾ, ആഴ്ചകൾ അത് തിരികെ കിട്ടത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ അത് വിലപ്പെട്ടതാകുന്ന പക്കത്തിൽ ഉപയോഗിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ രാത്രികാലം നമുക്ക് നമ്മളെ പ്രബോധിപ്പിക്കാവും. നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകുന്ന നിമിഷങ്ങൾ ഒരിക്കലും തിരികെ ലഭിക്കാത്തത് കൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പൗലോസ് പരിശുദ്ധാത്മാവിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉദാഹരണമായി പറഞ്ഞാൽ വിദേശത്ത് ഹല്ലേലൂയ നല്ലൊരു ജോലി ലഭിച്ച വ്യക്തി തന്റെ ഹല്ലേലൂയ അശ്രദ്ധ മൂലം, അനാസ്ഥ മൂലം തക്ക സമയത്ത് വിമാനത്താവളത്തിൽ എത്തിച്ചേരുവാൻ കഴിയാത്തതിനാൽ താമസിച്ചത് കൊണ്ട് അവന്റെ ജോലി നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തന്റെ ജീവിതകാലം മുഴുവൻ അത് ഓർത്ത് ദുഃഖിക്കുന്നതായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നാം സമയം ഹല്ലേലൂയ തക്കത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. തക്കത്തിൽ ഉപയോഗിക്കുന്നവരാകുന്നത് കൊണ്ട് നമുക്ക് സകലം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. ഈ രാത്രിക്കാലം ഹല്ലേലൂയ ദൈവത്തിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥനയും സ്തോത്രവും പ്രാർത്ഥനാ ജീവിതം ആത്മീയത്വത്തിന്റെ
മാനദണ്ഡമാകുന്നതും അല്ലെങ്കിൽ പരിശുദ്ധാൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അല്ലെങ്കിൽ പുതിയ നിയമ വിശുദ്ധന്മാരായ വിശ്വാസികളായ നമ്മൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നല്ല മാതൃക യേശുക്രിസ്തു കാണിച്ചു തന്നിരിക്കുന്നു. അതിൽ നല്ല മാതൃക ഹല്ലേലൂയ സെക്കൻഡായിട്ട് പൗലോസ്, അപ്പോസ്തലന്മാർ, ഇടയന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകര്, ഇവരെല്ലാം പ്രാർത്ഥനാ വീരന്മാർ. അതുകൊണ്ടാകുന്നു അവരെ നിലനിർത്തിയതും അവരെ ഹല്ലേലൂയ മുമ്പോട്ട് നടത്തിയതും. ആത്മീയമായി ഭൗതികമായി നമുക്ക് സകല അനുഗ്രഹ സമൃദ്ധി ലഭിക്കണമെങ്കിൽ പ്രാർത്ഥനയില്ലാതെ ലഭിക്കത്തില്ല. ഹല്ലേലൂയ. കിട്ടുന്ന സമയങ്ങളൊക്കെ ഒരു മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ റൂമുകളിലൊക്കെയും നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ വിടുതൽ ഹല്ലേലൂയ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹ സമൃദ്ധി എങ്കിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമാകുന്നു. ഹല്ലേലൂയ. എപ്പോഴും ഒരുക്കം ഹൃദയം. ദൈവ ഉത്സാഹികളെയാണ് അന്ന് ഇന്നും നോക്കുന്നത്. ഉത്സാഹത്തോടെ ഹല്ലേലൂയ വേണ്ടി പ്രാർത്ഥിപ്പാനും ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുപ്പാനും നാം ഉത്സാഹിക്കണം. ഹല്ലേലൂയ. പ്രധാനദാസൻ ഹല്ലേലൂയ ഡൗൺ ടൗണിലൊക്കെയും കടന്നുപോയി ഹല്ലേലൂയ ആലയത്തിനും മറ്റുള്ള കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പോവുകയും പ്രവർത്തിക്കുക മാത്രം പ്രവർത്തികളൊക്കെ വേണ്ടി ചെയ്യുന്നു. അതിന്റെ എല്ലാ അനുഗ്രഹ സമൃദ്ധി രാജ്യത്തിന്മേലും സിറ്റിയുടെ മേലും നമ്മുടെ മേലും സഭയുടെ മേലും തലമുറയുടെ മേലും പകരും. നമ്മളും ഹല്ലേലൂയ ആവോളം നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് നശിക്കുന്ന ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഈ രാത്രിയിലും ഓരോരുത്തരോടും ഹല്ലേലൂയ സ്തോത്രം ആഹ്വാനം ചെയ്യുകയാവും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. യേശുക്രിസ്തു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പകൽ മുഴുവൻ പിതാവിന്റെ ഇഷ്ടം രാത്രിയും പകൽ ഒരുപോലെ പ്രവർത്തിച്ച് ചെയ്ത ഹല്ലേലൂയ ഒരേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാത്മാപിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി നിവർത്തിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് മുന്നേറണമെങ്കിൽ പ്രാർത്ഥന ഹല്ലേലൂയ അത്യന്താപേക്ഷിതമാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിച്ച് ഉപമയിൽ കൂടെ കർത്താവ് മടുത്തു പോകുന്ന ഒന്നാകുന്നു. പ്രാർത്ഥിച്ച് ചിലർ പറയാറുണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് മടുത്ത് പ്രാർത്ഥിച്ച് അത് ഇനി പ്രാർത്ഥിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മളൊരു വിഷയത്തിന് വേണ്ടി ദിവസം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ചെയ്തു തരണമേ എന്ന ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തരണമേ. നമ്മുടെ ഇഷ്ടമല്ല. യേശുക്രിസ്തു എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നമ്മൾ വേണം. ഹല്ലേലൂയ, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ നമ്മുടെ സകല ആവശ്യങ്ങൾ ഹല്ലേലൂയ സ്വന്തമായല്ല മറ്റുള്ളവരെ കൂടെ നോക്കുവാൻ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മ നിയമത്താൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സ്തോത്രം. മറ്റുള്ളവർക്ക് വേണ്ടി കരുതി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രധാനമാകുന്നു. സ്തോത്രം. മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിടുതലാകുന്നു. മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ രാജ്യത്തിന് വിടുതലാകുന്നു. സ്തോത്രം. ഒക്കെ മാത്രം പുനർവിക്ഷോഭങ്ങൾ, കൊടുങ്കാറ്റ്, പെരുങ്കാറ്റ് എന്ന് വേണ്ട പൂർണ്ണങ്ങൾ പള്ളിയിലൊക്കെ സംഭവിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കടാക്ഷിക്കും. ദൈവം തിരുമുഖം പ്രകാശിപ്പിക്കും. ദൈവം ദേശത്തെ അനുഗ്രഹിക്കും. ദേശത്തിന്റെ സൃഷ്ടികൾക്കും ഹല്ലേലൂയ സ്വതവും ഗോമോറയ്ക്ക് ഹല്ലേലൂയ ദൈവം നശിപ്പിക്കുന്നു. ഫലഭൂഷ്ടമായ ഏദൻ ഭോഗാവിന് തുല്യമായിരിക്കുന്ന ആ സ്ഥലം ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമും ഹല്ലേലൂയ സ്തോത്രം ലോത്ത് ഒരുമിച്ച് പോയെങ്കിലും ലോത്തിന്റെ കണ്ണ് ഓടിയ ഹല്ലേലൂയ ഫലഭൂഷ്ടമായിരിക്കുന്ന ഇടത്തേക്ക് നോട്ടമിട്ടു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പുള്ളിക്ക് കിട്ടിയ സാക്ഷ്യം അല്ലെങ്കിൽ പരദേശി എന്നാൽ അബ്രഹാമിനെ നോക്കിക്കേ. അബ്രഹാം വിശ്വാസത്തിന്റെ നായകനും മൂർഖവത്തിനുമായി യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ദൈവത്തെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ ദൈവഹിതപ്രകാരം ഹല്ലേലൂയ കൂടാരം മാറ്റി ഏറ്റടിച്ച് ദൈവശില്പിയായി നിർമ്മിച്ച സ്ഥാന നഗരത്തിന് വേണ്ടി അബ്രഹാം ദ്വാരപ്പം അബ്രഹാമിന് നല്ലൊരു സാക്ഷ്യം. നീ ദേശത്തിന്റെ സാക്ഷ്യം പറയുന്നു. നീ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. അബ്രഹാം ലോകത്തിന് ലഭിച്ചത് ഈ ഒരു പരദേശിയാകുന്നു. രണ്ട് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ആരാകുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മളെ രാജ്യ പുരോഹിതന്മാരും അല്ലെ വിശുദ്ധ ജനമായി സ്വന്തം ജനമായി രാജ്യ പുരോഗം അതിലെ വിശുദ്ധ ജന സ്വന്തം ജനമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ഭാഗ്യം അത്ര ശ്രേഷ്ഠമാകും. മിക്ക വലിയ സാക്ഷ്യമാകുന്ന സ്തോത്രം. ഹല്ലേലൂയ അബ്രഹാമിന് ലഭിച്ച സാക്ഷ്യം, ദൈവത്തിന് ലഭിച്ച സാക്ഷ്യം. ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹിതൻ അബ്രഹാമിന് ലഭിച്ച
ആ പദവി എത്ര ഭയങ്കരമാകുന്നു. നമ്മൾ ആ സാക്ഷ്യമാകും നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ കൂടെ ആ ഭവനത്തിന് മുമ്പിലൊരു കൂടാരം, അബ്രഹാമിയുടെ കൂടാരം പഠിച്ചിട്ടുണ്ടോ? അവിടെ നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നത് ഒരു യാഗപീഠമുണ്ട്. ഹല്ലേലൂയ. ഓ, ദൈവത്തിന് ഉത്തമമായ യാഗം, ചെലവുള്ളതായ യാഗം, ദൈവം പ്രസാദിക്കുന്നതായ ഒരു യാഗം കഴിപ്പാൻ ഒരു യാഗപീഠമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഭവനത്തിലും നമുക്കൊരു യാഗപീഠമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥനയിൽ നമുക്ക് പോരാടുവാനും പ്രാർത്ഥനയിൽ ഒത്തിരിപ്പാനും മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാനും സ്വർഗ്ഗത്തിൽ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ രാത്രികാലം വീട് നാം കഠിനമായിട്ട് പ്രാർത്ഥിപ്പാൻ പോവുകയാകുമല്ലോ. അനേക വിഷയങ്ങൾ ഓണം ചെയ്യാൻ വലിയ ടൈമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. പരീക്ഷയിൽ അകപ്പെട്ടു പോകാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ള ജനമോ ബലഹീനം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഹൃദയം ഉണർന്നിരിക്കുന്നവരായിരിക്കണം പ്രാർത്ഥിക്കുവാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ജാഗരിപ്പാനും സ്തോത്രത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയുള്ളൂ. സ്തോത്രം. ഈ വചനങ്ങളെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ ഐശ്വര്യമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ദൈവത്തോടെ പ്രാർത്ഥിക്കാം.